ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന, പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. ഈ ഒരു സാധനം എന്താണെന്ന് നിങ്ങൾക്കറിയോ? ഇതാണ് മാജിക് സ്പോഞ്ച്. ഇതൊരു ക്ലീനിങ്ങിൻ്റെ ഒരു സാധനമാണ് കേട്ടോ. ഇത് ഭയങ്കര ഉപകാരം വെച്ചാൽ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇത് കിട്ടുമ്പോൾ ഭയങ്കര ഉപകാരപ്രദമാവും കേട്ടോ. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം ഉപകാരമുള്ള സാധനമാണ്. ഈ ഒരു സാധനം ഞാൻ മീഷോന്നാണ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ. എന്നോട് റീസെൻ്റ്ലി ഒരാൾ പറഞ്ഞതായിരുന്നു ഇന്നൊരു സാധനം ഉണ്ട്, ഭയങ്കര ഉപകാരപ്രദമാണെന്ന്. ഇതിങ്ങനെ ഈ ഒരു മീഷോന്ന് 310 രൂപയ്ക്ക് 10 ബ്ലോക്കാണ് ഇതേപോലത്തെ വാങ്ങിയിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെ ഉപയോഗം എന്താ വെച്ചാൽ നമ്മൾ ഇതിൽ ജസ്റ്റ് ഒന്ന് വെള്ളം നനച്ച് ഇതേപോലെ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് നമ്മൾ ചുമരിൽ കാണുന്ന ചളിയോ കാര്യങ്ങളൊക്കെ തുടച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ഭാഗം നന്നായിട്ട് ക്ലീനായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. ഞങ്ങളുടെ വീട്ടിലിവിടെ കുറേ ചളികളുണ്ടായിരുന്നു. എൻ്റെ മോള് വരച്ചതും ഇതാക്കിയതൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കുറേ ഇന്നലെ തന്നെ പോക്കിയിട്ടുണ്ട്. ഇന്നലെ സ്പോഞ്ച് കിട്ടിയ ആവേശത്തിൽ ഫുള്ള് ഞാൻ ഇന്നലെ ക്ലീൻ ആക്കിയിട്ടുണ്ട് കുറേ. അപ്പം ഇന്നിപ്പം കുറച്ചും കൂടെ പിന്നെയാണ് എനിക്ക് തോന്നിയത് ഇതൊന്ന് നമുക്ക് വീഡിയോ എടുത്ത് കാണിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ ബാക്കിയുള്ളവർക്കും കൂടെ ഉപകാരപ്പെടുമെന്ന് പിന്നെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഇതാക്കുന്ന ഇതിൽ എന്തോ കണ്ടൻറ്റ് എന്താ ഉള്ളതൊന്നും എനിക്കറിയില്ല. പ്രത്യേകിച്ച് നനയ്ക്കുമ്പോൾ ഒന്നും ഉള്ള പോലെ എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് ഒന്നുള്ളപ്പോൾ ജസ്റ്റ് ഒരു സ്പോഞ്ച് മാത്രമാണ്. അപ്പോൾ കൈക്കൊരു ഇതായിട്ടൊരു ബുദ്ധിമുട്ടോ ഒന്നുമില്ല. സ്പോഞ്ച് മാത്രമായിട്ടത്. ഇനിയിപ്പോൾ ആ ഒരു സ്പോഞ്ച് ഉണ്ടാക്കിയിട്ട് എന്തോ കണ്ടന്റ് ഉണ്ടോ അറിയില്ല. ഫുള്ള് മക്കൾ പെന്നായിട്ട് വരച്ച് പോകാൻ കുറച്ച് പ്രയാസമുണ്ട്. പക്ഷേ കുറച്ചും കൂടി അമർത്തിയതാക്കുമ്പോൾ പോകുന്നുണ്ട്. പക്ഷെ ബാക്കി എല്ലാ സംഭവങ്ങളും പോകുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ പിന്നെ എന്തോ അവിടെ എന്തോ ആയതാണ്. ബാക്കി എല്ലാ സംഭവങ്ങളും നല്ല ക്ലീനായിട്ട് പോകണം. പെൻസിലോട് വരച്ചിട്ട് കാണിച്ചില്ല, അതായിരിക്കും ഒന്നും കൂടെ നല്ലത്. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവണില്ല, എന്താ പറയുക, ഞാൻ ക്യാമറ ഇട്ടിട്ടും ജസ്റ്റ് മനസ്സിലാവണില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു സാധനത്തിന് മീഷോയിൽ മാജിക് സ്പോഞ്ച് എന്നാണ് ഇതിൻ്റെ പേര്, മാജിക് സ്പോഞ്ച്. ഷൂ തുടയ്ക്കാൻ പറ്റുന്നുണ്ട്. ഷൂ നമ്മൾ ജസ്റ്റ് 10 ബ്ലോക്ക് വാങ്ങിയതിന് വേറെ തുടച്ച് നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് കാണാൻ വേണ്ടി മറ്റേ പെൻസിലായിട്ട് വരച്ച് കാണിച്ചിട്ടാണ് കേട്ടോ. അങ്ങോട്ട് നോക്കി ശരിക്കും വൃത്തിയായിട്ട് പോയി അത്. അപ്പോൾ എഡിറ്റ് പോലും ഇല്ല കേട്ടോ. ഇത് നമുക്ക് ശരിക്കും തുണി ഇതാക്കി തുടക്കുമ്പോൾ നനച്ച് തുടച്ചാൽ പെൻസിലായിട്ട് വരച്ച് പോവില്ല. പക്ഷെ ഇത് പെട്ടെന്ന് പോകുന്നുണ്ട്. അപ്പം അതേപോലെ നമ്മൾ ഷൂലൊക്കെ ചളിയായിട്ടുണ്ടെങ്കിൽ ഷൂവിൽ ചളി പോക്കാനും ഇത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇവിടെ മക്കളെ ഷൂ ഒക്കെ അതിന് 10 ബ്ലോക്ക് വാങ്ങിയതിന് വേറെ ഓരോരോ ആവശ്യങ്ങൾക്കാണ്. പിന്നെ എനിക്കിതിൻ്റെ ഏറ്റവും വലിയതായി തോന്നിയത് ബാത്റൂം ക്ലീൻ ചെയ്യാൻ ഭയങ്കര ഈസിയാണ് കേട്ടോ. എൻ്റെ ബാത്റൂമിൽ ചുമരൊക്കെ വൈറ്റാണ്, അതുകൊണ്ട് തന്നെ വേഗം തന്നെ അതിൽ ഈ ഒരു വെള്ളപ്പുള്ളികൾ വരും ഒരു എന്നും കഴുകിയിട്ടില്ലെങ്കിൽ. പക്ഷേ ഇപ്പം എനിക്കത് ഇന്നലെ ഞാനത് ഒരു ഇതെടുത്തിട്ട് ബാത്റൂം ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇത് കിട്ടിയിട്ടൊന്ന് നോക്കണേ വെച്ചിട്ട് ഇതേപോലെ കഴുകാതെ വെച്ചതായിരുന്നു കേട്ടോ. കണ്ടോ, ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുത്തപ്പോഴത്തേന് ഫുള്ള് പോയിട്ടുണ്ട്. ഇതാണ് എനിക്ക് ഏറ്റവും സന്തോഷമായത്. ബാത്റൂം ക്ലീൻ ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. അതുകൊണ്ട് ഇന്നലെ ഇന്നൊക്കെ ക്ലീനിങ് തന്നെയായിരുന്നു. ഫുള്ള് ക്ലീൻ ആക്കണ പരിപാടി കണ്ടോ, വേഗം പോകുന്നുണ്ട് ആ ഒരു കറുത്ത പുള്ളിയൊക്കെ. അപ്പം ഇത് ബാത്റൂം എനിക്കിൻ്റെ ഒരു അഭിപ്രായത്തിൽ വീട്ടിൽ ഏറ്റവും നന്നാക്കാൻ പ്രയാസമുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ബാത്റൂമാണ് കേട്ടോ. അതേപോലെ ഇപ്പോൾ അധിക വീടുകളിൽ ലൈറ്റ് കളർ ടൈലൊക്കെയാണല്ലോ എല്ലാവരും ഉപയോഗിക്കുക. അപ്പോൾ വെക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഇതായിരിക്കും. പക്ഷെ പിന്നെ ഇതൊരു ബുദ്ധിമുട്ടായി മാറും. പക്ഷെ തുറക്കുമ്പോൾ ഒരു വെളിച്ചം ഇങ്ങനത്തെ ലൈറ്റാണ്. പക്ഷെ ഇത് ക്ലീൻ ചെയ്യാൻ അതേപോലെ ഈ പുള്ളി വന്ന് നല്ല പാടും നന്നാക്കാൻ വേണ്ടിയിട്ട് കുറേ ബ്രഷ് ഇട്ട് വെച്ചിട്ടൊന്നും പോവലില്ല. അപ്പം ഇതിപ്പോൾ എനിക്ക് കിട്ടിയ സമയത്ത് ഭയങ്കര പെട്ടെന്ന് പോരുന്നുണ്ട് കേട്ടത്. അപ്പോൾ ഇത് ഇപ്പോൾ കഴിഞ്ഞാൽ ഞാൻ ഇനി വാങ്ങാനുള്ള പ്ലാനിങ്ങിലാണ് നിൽക്കുന്നത്. എനിക്ക് കൈക്കും ബുദ്ധിമുട്ടില്ല. മറ്റേ കെമിക്കലും കാര്യങ്ങളൊന്നും നമുക്ക് ഉപയോഗിക്കണ്ടല്ലോ. ഇത് ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്ത് അത് പോകുന്നുണ്ടല്ലോ. അപ്പോൾ കണ്ടോ, ആ സ്പോഞ്ചിൽ കണ്ടോ അതിൻ്റെ ആ ചളിയൊക്കെ പോകുന്നതൊക്കെ ഫുള്ള് അവിടെ വൃത്തിയായിട്ടുണ്ട്. അപ്പം ഇത് വാങ്ങാൻ ആഗ്രഹമുള്ള ആൾക്കാരെ മീഷോയിൽ മാജിക് സ്പോഞ്ച് തടിച്ചെടുത്താൽ മതി കേട്ടോ. മാജിക് സ്പോഞ്ച് അത് ഇതേപോലെ പോവാനും ഭയങ്കര ഈസിയാണ്, ചളി കളയാനും ഭയങ്കര ഈസിയാണ്. അത് ജസ്റ്റ് ഒന്നിങ്ങനെ വെള്ളം കാണിച്ച് തന്നെ ഫുള്ള് പോകുന്നുണ്ട്. ഇപ്പം നമ്മളിത് ബാത്റൂമിലേക്ക് വേണ്ടിയിട്ട് ഒന്ന് വെക്കുകയാണെങ്കിൽ നമുക്കത് ആ ബാത്റൂമിൽ തന്നെ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഷൂ തുടയ്ക്കാനാണെങ്കിൽ ഓരോരുത്തരുടെ ഷൂ തുടയ്ക്കാൻ ഓരോന്നോടെ മാറ്റി വെച്ചാൽ കുറേ കാലം നിൽക്കും. ഇത് ഒറ്റ യൂസിന് ഒഴിവാക്കേണ്ട ആവശ്യമില്ലല്ലോ.
പിന്നെ ഒരു 3-4 പ്രാവശ്യമൊക്കെ നമുക്ക് ഉപയോഗിക്കാമല്ലോ. അപ്പം 3-4 കുറേ ദിവസം എന്തായാലും നമുക്കിപ്പോൾ ഹാർബിക്കോ ഇതൊക്കെ ആണെങ്കിൽ കുറേ പിന്നെ എന്താ പറയുക കേടുമാണ്. ഇനിയിപ്പോൾ ഞാനൊക്കെ ഇടയ്ക്ക് സോപ്പും പൊടി ഇട്ട് കഴുകുക ചെയ്യട്ടോ. അപ്പോൾ അതൊക്കെ നമ്മളെ പിന്നെ സെപ്റ്റിക് ടാങ്കിലേക്ക് ചെല്ലുമ്പോൾ കേടാന്നൊക്കെ അറിയുന്നാലും ഞാൻ അതൊക്കെ തന്നെ കഴുകിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്കിത് കിട്ടിയ സമയത്ത് എനിക്ക് ഭയങ്കര ഇതൊരു യൂസായിട്ട് തോന്നി. ഇനി ഞാൻ ഇങ്ങനെ തന്നെ ഒന്നും യൂസാക്കാനാണ് എൻ്റെ ഉദ്ദേശം. അപ്പം പിന്നെ ഇത് നമുക്ക് 10 ബ്ലോക്ക് അല്ലാതെ 2 വാങ്ങാൻ കിട്ടും കേട്ടോ. ഇതിപ്പോൾ ഞാൻ 10 അങ്ങനെ വാങ്ങിയതാണ്. ഇത് കുറേ വൃത്തിയാക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ വാങ്ങിയതാണ്. ഈ ഭാഗത്തൊക്കെ നമ്മൾ വിചാരിക്കും വൈറ്റ് കളർമേലാണ് കാണുന്നത്, പക്ഷേ ഈ ഒരു കളർമേലും നല്ലോണം ചളികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് അങ്ങനെ കാണാത്തതുകൊണ്ടാണ് പിന്നെ ചളി ഉള്ളത്. പറയുമല്ലോ കളറാക്കിയാൽ കാണൂല, പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ വൈറ്റ് ബാത്റൂം വെള്ള ടൈലാക്കാന്ന് പറഞ്ഞിട്ട് ആക്കിയാണ് കേട്ടോ. കാരണം ചളി കാണണമെങ്കിൽ വൈറ്റ് ആക്കണമല്ലോ. വൈറ്റ് ആക്കുമ്പോൾ നമ്മൾ വേഗം കാണും, അപ്പോൾ ക്ലീൻ ആക്കുന്നതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. അതുകൊണ്ടാണ് ഞാൻ ബാത്റൂമിൽ നമ്മൾ കുറേ നേരം ബ്ലാക്ക് ആകുമ്പോൾ അമ്മ നന്നാക്കാനും നിൽക്കൂല. അപ്പം പിന്നെ ഇതൊക്കെ ഞാൻ എന്നും കഴുകണതാണ്. എന്നാലും കണ്ടോ ഇതേറ്റവും തുടച്ചപ്പോൾ നല്ല പിന്നെ ഇത് പോന്നിട്ടുണ്ട് ചളി. കാരണം ഈ ബാത്റൂം അത്യാവശ്യം നല്ല യൂസും ഉണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവണം. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമ്മുടെ ഗിവ് അവേയുടെ കാര്യം ആരും മറന്നിട്ടില്ലല്ലോ അല്ലേ? അപ്പം എല്ലാവരും തന്നെ പിന്നെ വീഡിയോക്ക് താഴെ കമൻറ്റ് ഇടുക, ലൈക്ക് ചെയ്യുക. ജനുവരി 2-ാം തീയതി വരെ ടൈമുള്ളത്. ജനുവരി 2-ാം തീയതി വരെയാണ് നമ്മുടെ ഗിവ് അവേൻ്റെ ടൈം. നമ്മൾ 5-ാം തീയതി എല്ലാവരും പങ്കെടുക്കാൻ നോക്കാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.